വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് NVBS ദോഹ, ഖത്തർ. അധ്യായം 321. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും താക്കോൽ. മനുഷ്യജീവിതം സന്തോഷവും സമൃദ്ധിയും തേടിയുള്ള യാത്രയാണ്. ഇവയാണ് ജീവിതത്തിന്റെ ഐശ്വര്യമെന്നാണ് അധികം ആളുകളും കരുതുന്നത്. എന്നാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും ഏറെ സമൃദ്ധി കൈവരിക്കാനുള്ള താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് എന്നതാണ് ഏറെ രസകരം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് നല്ല കാര്യവും നിങ്ങൾ അർഹിക്കുന്നു. പ്രപഞ്ചം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് നല്ല കാര്യവും നിങ്ങൾക്ക് തരും. പക്ഷേ നിങ്ങൾ അതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തണം. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ നല്ല ചിന്തകളും നല്ല വികാരങ്ങളുമാണ് ആ താക്കോൽ. രാജാവിന് അസുഖം ബാധിച്ച ഒരു കഥയുണ്ട്. പല ഭിഷഗ്വരന്മാർ പരിശോധിച്ചിട്ടും അസുഖം പിടികിട്ടിയില്ല. അവസാനം അയൽ രാജ്യത്തു നിന്നുമുള്ള ഒരാൾ വന്ന് പരിശോധിച്ചു. അദ്ദേഹം പറഞ്ഞു, രാജാവിന്റെ അസുഖം എനിക്ക് മനസ്സിലായി. അതിന് ഒരേ ഒരു പരിഹാരമേയുള്ളൂ. ഈ നാട്ടിലെ ഏറ്റവും സംതൃപ്തനായ, ഒരു മനപ്രയാസവുമില്ലാത്ത വ്യക്തിയുടെ കുപ്പായം ധരിക്കുക. ഉടനെ തന്നെ നാട്ടിലെ ഏറ്റവും സംതൃപ്തനായ വ്യക്തി ആരെന്നറിയാൻ രാജാവ് ഉത്തരവിട്ടു. രാജകൽപ്പനയനുസരിച്ച് പരിവാരങ്ങൾ സംതൃപ്തനായ വ്യക്തിയെയും അന്വേഷിച്ച് 4 ദിക്കുകളിലും യാത്ര തുടർന്നു. സമ്പന്നരായിരിക്കും സന്തോഷവും സംതൃപ്തിയുമുള്ളവരെന്ന് തെറ്റിദ്ധരിച്ച അവർ ആദ്യം ധനികരെയാണ് സമീപിച്ചത്. നാട്ടിലെ സമ്പന്നരോടെല്ലാം ജീവിതത്തിൽ വല്ല മനപ്രയാസങ്ങളുമുണ്ടോ എന്നവർ അന്വേഷിച്ചു. അവർ പരാതികളുടെ ഭാണ്ഡക്കെട്ടുകൾ അഴിച്ചുവെക്കാൻ തുടങ്ങി. അവർക്ക് ഒട്ടും സംതൃപ്തിയില്ലായിരുന്നു. ഉള്ള സമ്പത്ത് പെരുപ്പിക്കുന്നതിനെക്കുറിച്ച്, ആരെങ്കിലും അത് കട്ടുകൊണ്ടുപോകുമോ എന്നതിനെക്കുറിച്ച്, തങ്ങളെക്കാൾ കൂടുതൽ ആരെങ്കിലും സമ്പാദിക്കുമോ എന്നതിനെക്കുറിച്ച് അവരുടെ പ്രയാസങ്ങൾ അങ്ങനെ നീണ്ടുപോയി. പിന്നീടവർ ഇടത്തരക്കാരെ കണ്ടു. അവർക്കും പരാതികളേയുള്ളൂ. ധനികരാകാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് തലപുകഞ്ഞിരിക്കുകയാണവർ. ധനികരുടെ പളപളപ്പ് കാണുമ്പോൾ അവരുടെ മനസ്സ് കരിയുന്നു. പൊങ്ങാത്ത മോഹങ്ങൾ സ്വപ്നം കണ്ട് താങ്ങാനാകാത്ത കടങ്ങൾ പേറി നിൽക്കുകയാണ് പലരും. മൂന്നാമതായി അവർ ദരിദ്രരെ സമീപിച്ചു. അവർക്കും മനപ്രയാസങ്ങൾ മാത്രമേ പങ്കുവയ്ക്കാനുള്ളൂ. ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും കുടിക്കാനും ഒന്നുമില്ലാത്തതിനെക്കുറിച്ചുള്ള അവരുടെ പരാതികൾ പാരാവാരം പോലെ പരന്നുകിടക്കുന്നു. പരിവാരങ്ങൾ നിരാശരായി. ഇനി എന്തു ചെയ്യും? പോകുന്ന വഴിയിൽ അവർ ഒരു മനുഷ്യനെ ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു വഴിയോരത്ത് കിടന്നുറങ്ങുകയാണ്. കൂട്ടത്തിലൊരാൾ പറഞ്ഞു, നമുക്ക് ഇദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം. ഒരു ശരാശരി ദരിദ്രന് പോലും പരാതികളെ പറയാനുള്ളൂ. എന്നിട്ടാണോ വഴിയോരത്ത് കിടക്കുന്ന ഈ വൃത്തികെട്ട മനുഷ്യന് സംതൃപ്തിയും സമാധാനവും ഉണ്ടാകുന്നത്? മറ്റൊരാൾ ഇടപെട്ടു. ഏതായാലും ഉറങ്ങുന്ന ആ മനുഷ്യനെ ഉണർത്തി അവർ ചോദിച്ചു, താങ്കൾക്ക് വല്ല മനപ്രയാസങ്ങളുമുണ്ടോ? അദ്ദേഹം സ്വൽപ്പം പോലും ചിന്തിക്കാതെ മറുപടി പറഞ്ഞു, ഇല്ല. പരിവാരങ്ങൾക്ക് അത്ഭുതമായി. അവരുടെ കണ്ണുകൾ വിടർന്നു. അവർ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ജീവിതത്തിൽ പരിപൂർണ സംതൃപ്തനാണോ? അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, അതെ. നിറഞ്ഞ സന്തോഷത്തോടെ അവരദ്ദേഹത്തോട് കുപ്പായം ആവശ്യപ്പെട്ടു. അദ്ദേഹം ഭാവഭേദങ്ങളൊന്നുമില്ലാതെ മറുപടി നൽകി, എനിക്ക് കുപ്പായമില്ല. വാസ്തവത്തിൽ സംതൃപ്തിയും സമ്പത്തും തമ്മിൽ പറയത്തക്ക ബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ സമ്പത്ത് കൂടുമ്പോൾ മോഹങ്ങൾ സഫലമാകുമെന്നും മോഹങ്ങൾ സഫലമാകുമ്പോൾ സംതൃപ്തി കൈവരിക്കുമെന്നും മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ അവൻ സമ്പത്ത് വാരിക്കൂട്ടാനുള്ള ആക്രാന്തത്തിലേക്ക് വഴുതി വീഴുന്നു. ഓരോ നാണയവും അവന് പുതിയ മോഹങ്ങൾ നൽകുന്നു. ഓരോ മോഹത്തിനും നാണയങ്ങളുടെ ഇരട്ടി വലിപ്പമാണുള്ളത്. അങ്ങനെ മരീചിക പോലെ സംതൃപ്തി അകന്നകന്ന് പോകുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. അത്യാർത്തിയും അതിമോഹവും ഉപേക്ഷിക്കുകയും തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ നിർവൃത്തി കൊള്ളുകയും ചെയ്യുമ്പോൾ വിനയവും കൃതജ്ഞതയും മനസ്സിനെ ധന്യമാക്കും. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും താക്കോൽ ഇത്തരം മനസ്സുകളിലും ആ മനസ്സുകളിൽ നിന്നും ഉരുത്തിരിയുന്ന ചിന്തകളിലുമായിരിക്കുമെന്ന് നാം തിരിച്ചറിയണം. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കേട്ടുമുട്ടാം.